നമസ്കാരം. അമേരിക്ക മിലിട്ടറി പവർ കൊണ്ടും ഇറാൻ വാശി കൊണ്ടും ബലാബലം പിടിച്ചു നിൽക്കുന്ന മിഡിൽ ഈസ്റ്റിൽ ടെൻഷൻ അതിൻ്റെ ക്ലൈമാക്സിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ച് ധാരാളം ആയിട്ടുള്ള ഊഹാപോഹങ്ങൾ എയറിലുണ്ട്. ധാരാളം പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യുദ്ധം ഉണ്ടാവും, നാളെ യുദ്ധം ഉണ്ടാവും, മിലിറ്ററി പ്രിപ്പയർഡ്നെസ് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ സംബന്ധിച്ച് 2 ദിവസമായി ഈ വിഷയത്തിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്ന് വിശദീകരിക്കാനുള്ള ശ്രമമാണിത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ സാറ്റർഡേ ഒരു ഡെഡ് ലൈനായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കാണുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. സാറ്റർഡേ കഴിഞ്ഞു. അപ്പോൾ അതിനിടയിലൂടെ ട്രംപ് ഒരു 10 ദിവസം കൂടി ഇറാന് സമയം കൊടുത്തതായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, നിങ്ങളൊരു 10 ദിവസം കൂടെ തന്നല്ലോ, അത് ആശ്വാസമാണ്, അത്തരത്തിലുള്ളൊരു മറുപടിയൊന്നും അവരുടെ ഭാഗത്തുണ്ടാവുന്നില്ല. അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത് അരാക്ചി പറഞ്ഞത്, ഞങ്ങളൊരു വേറൊരു പ്രപ്പോസൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ആ പ്രപ്പോസൽ മാർച്ച് ആദ്യ വാരത്തിലേക്ക് ഞങ്ങൾക്കത് റെഡിയാക്കാൻ പറ്റും, അത് തരാൻ കഴിയും എന്ന ഒരു പ്രപ്പോസൽ അവർ വയ്ക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ യുണൈറ്റഡ് നേഷൻസിന് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ആ കത്തിൽ അവർ പറയുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായാൽ ഗൾഫ് റീജിയനിലുള്ള അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ എല്ലാ മിലിറ്ററി അസറ്റുകളും ഞങ്ങളുടെ ലക്ഷ്യങ്ങളായിരിക്കും. എന്ന് പറഞ്ഞാൽ അമേരിക്ക മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളിലും മിലിറ്ററി അസറ്റുകളുണ്ട്. അത് ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളെയും തങ്ങൾ ആക്രമിക്കും എന്ന ഒരു മുൻകൂർ അനുവാദം എന്നതുപോലെയുള്ള ഒരു ഔദ്യോഗിക ലെറ്ററാണ് ഇറാൻ UN കൊടുത്തിട്ടുള്ളത്. അതായത് അവർ ഏതെങ്കിലും അറബ് രാജ്യത്തെ ആക്രമിച്ചാൽ അത് ലെജിറ്റിമേറ്റ് ആക്കുക എന്ന ലക്ഷ്യത്തോടെ ആണ് ഈ ലെറ്റർ കൊടുത്തിട്ടുള്ളത് എന്ന് തോന്നാമെങ്കിലും അത് പ്രത്യക്ഷത്തിൽ അറബ് രാജ്യങ്ങൾക്കുള്ള ഒരു ഭീഷണിയാണ്. അമേരിക്ക ആക്രമിച്ചാൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ വാസ്തവത്തിൽ ഈ അമേരിക്ക ഇറാനെ ആക്രമിക്കാത്തതിൻ്റെ ഒരേ ഒരു കാരണം മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാജ്യങ്ങൾ തന്നെയാണ്. കാരണം ഇതിൽ ആക്രമിക്കാൻ പോകുന്നത് അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് ആക്രമിക്കാൻ പോകുന്നത്. ആക്രമണം ഏൽക്കുന്നത് ഇറാനാണ്. പക്ഷേ ഇറാൻ തിരിച്ചാക്രമിക്കാൻ പോകുന്നത് അമേരിക്കയെയോ ഇസ്രായേലിനോ ആയിരിക്കില്ല. ഇറാൻ തിരിച്ചാക്രമിക്കാൻ പോകുന്നത് ഒന്ന് ഹോർമുസ് കടലിടുക്കിലാണ്. ഹോർമുസ് കടലിടുക്ക് എന്ന് പറഞ്ഞാൽ ദ എൻറ്റയർ ഗൾഫ് റീജിയനാണ്. മുഴുവൻ ഗൾഫ് രാജ്യങ്ങളുടെയും ശ്വാസനാളമാണ് ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അത് അടയുന്നതോടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഓയിൽ ഒഴുക്ക്, പുറത്തേക്കുള്ള ഓയിൽ കച്ചവടം, ലോകത്തിലെ 20% ഓയിൽ കച്ചവടം നിൽക്കും. അപ്പോൾ അത് അവരെ കൊണ്ട് സാധിക്കും. അത് കാരണം ഇറാൻ്റെ അത്രയും തൊട്ടടുത്ത തീരമാണ്. ഹോർമുസ് കടലിടുക്കിന് ആകെ 35 കിലോമീറ്റർ മാത്രമേ വീതിയുള്ളൂ. എത്ര കഠിനമായ യുദ്ധം ഇറാൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും നിമിഷ നേരം കൊണ്ട് ആ ഹോർമുസ് കടലിടുക്ക് മുഴുവൻ മൈൻ ചെയ്യാനുള്ള സംവിധാനം ഇറാൻ ഉണ്ടാവും. അവരത് മുഴുവൻ മൈൻ ചെയ്യും. മൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് യൂസ്ലെസ് ആണ്. പിന്നെ അതിൽ നിങ്ങൾക്ക് കപ്പൽ ഓടിക്കാനാവില്ല. കാരണം എവിടെയാണ് മൈൻ കിടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. മൈൻ ഇങ്ങനെ വെള്ളത്തിനടിയിൽ ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഏതെങ്കിലും കപ്പൽ അതിൽ തട്ടിക്കഴിഞ്ഞാൽ അത് അതിശക്തമായി എക്സ്പ്ലോഡ് ചെയ്ത് ആ കപ്പലിനെ നശിപ്പിച്ചു കളയും, മുക്കിക്കളയും. അപ്പോൾ പിന്നീട് ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു കപ്പലിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇറാന് സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്തെ ഒന്നാമത്തെ ഭീഷണി. രണ്ടാമത്തെ ഭീഷണി, അവർ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അവർ തിരിച്ചാക്രമിക്കാൻ പോകുന്നു. ഈ പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്ന ആ കടലിൻ്റെ ഏകദേശം 1000 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന ആ കടലിടുക്കിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഇറാൻ്റെ കയ്യിലാണ്. അതിൻ്റെ കിഴക്കൻ തീരം മുഴുവൻ ഇറാൻ്റെ ഭാഗത്താണ്. അതിൻ്റെ വടക്കൻ പടിഞ്ഞാറൻ തീരത്താണ് ഇറാഖ് മുതൽ കുവൈറ്റ് ഈ രാജ്യങ്ങളെല്ലാം ഉള്ള ഈ പേർഷ്യൻ ഗൾഫിലേക്കുള്ള ഔട്ട്ലെറ്റുകൾ കിടക്കുന്നത്. ഇറാഖിന് ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കുവൈറ്റും സൗദി അറേബ്യയും ബഹ്റൈനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഒക്കെ ഈ പേർഷ്യൻ ഗൾഫിലേക്ക് കണക്റ്റഡാണ്. അപ്പോൾ ഈ രാജ്യങ്ങളെ എല്ലാം തന്നെ തങ്ങളുടെ മറുഭാഗത്തുള്ള അതിർത്തിയിൽ നിന്ന് മിസൈൽ വർഷങ്ങൾ കൊണ്ട് ആക്രമിക്കാൻ സാധിക്കും. ആക്രമിക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ അത് സിവിലിയൻ അസറ്റ്സിൻ്റെ മേലെയാണോ മിലിറ്ററി അസറ്റ്സിൻ്റെ മേലെയാണോ എന്ന് അവർ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് അതൊരു സൂയിസൈഡൽ അറ്റാക്കാണ്. അതുകൊണ്ട് തന്നെ അവർ ഇത് മിലിറ്ററി അസറ്റുകളെ മാത്രമേ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയുള്ളൂ എന്നുള്ള യാതൊരു മര്യാദയും അവർ കാണിക്കാൻ സാധ്യതയില്ല. ആക്രമിക്കുമ്പോൾ അവർ ഏറ്റവും അധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ദുബായ് നഗരമടക്കമുള്ള സ്ഥലങ്ങളെ ലക്ഷ്യം വെക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. എണ്ണക്കിണറുകൾ, റിഫൈനറികൾ, ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം അവരെ ലക്ഷ്യം വയ്ക്കും എന്നുള്ളത് ഉറപ്പാണ്. അതായത് പശ്ചിമേഷ്യക്ക് തീ പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് അവരെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. കാരണം എങ്ങനെയൊക്കെ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇറാന്റെ ആകാശത്ത് ഒതുക്കി നിർത്താൻ കഴിയുക എന്നുള്ള
എന്നുള്ളതാണ് ഈ യുദ്ധത്തിൽ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് വാസ്തവത്തിൽ ഇത് ആക്രമണം പരമാവധി വൈകിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒന്ന്, പേർഷ്യൻ ഗൾഫ് ഇവർ മൈൻഡ് ചെയ്ത് യൂസ്ലെസ് ആക്കി കളയും. രണ്ട്, ഈ അറേബ്യൻ രാജ്യങ്ങളെ ആക്രമിക്കും. മൂന്നാമത്തെ വിഷയം, ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു 20% ഓയിലിൻ്റെ ഒഴുക്ക് നിലച്ചു കഴിഞ്ഞാൽ ഓയിലിന് ലോകത്തെമ്പാട് വില കൂടും. സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള അന്താരാഷ്ട്ര മുറവിളി ഉണ്ടാവും. കാരണം ഓയിലിൻ്റെ വില കൂടി കഴിയുമ്പോൾ എല്ലാ രാജ്യങ്ങളും കിടന്ന് വെള്ളം കൊണ്ടാൻ തുടങ്ങും. ആ സമയത്ത് ഓയിലിൻ്റെ അവൈലബിലിറ്റി ഉറപ്പാക്കാൻ ഇപ്പോഴത്തെ വെനിസ്വേലൻ പരിപാടിക്കൊന്നും പറ്റില്ല. കാരണം വെനിസ്വേലയിലൊക്കെ ഓയിലുണ്ടെന്നേ ഉള്ളൂ, അത് കുഴിച്ചെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അവിടുന്ന് ഓയിൽ എക്സ്ട്രാക്ഷനുള്ള സംവിധാനങ്ങൾ വളരെ മിനിമമാണ് വെനിസ്വേലയിൽ. അതിനി വരുന്ന ഒരു 5-10 വർഷം കൊണ്ട് വലിയ തോതിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം അവിടെ നിന്ന് ഓയിൽ പുറത്തേക്ക് ഒഴുക്കാൻ. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് മാന്തി എടുക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. നമ്മൾ കിണർ കുഴിച്ച് വെള്ളം എടുക്കുന്ന പോലെ അല്ല ഓയിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ. അതിന് വലിയ ടെക്നോളജിയും അതിന് യന്ത്ര സംവിധാനങ്ങളും ഫാക്ടറി സംവിധാനങ്ങളും ഒക്കെ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എവിടെ ഓയിൽ, പിന്നെ ഓയിലുള്ളത് എവിടെയാണ്? പിന്നെ ഓയിലുള്ളത് റഷ്യയിലാണ്. സ്വാഭാവികമായിട്ടും റഷ്യൻ ഓയിലിൻ്റെ മേലെ അമേരിക്ക ഇപ്പോൾ വെച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റേണ്ടി വരും. മാത്രമല്ല, ഇപ്പോൾ ട്രംപിനെതിരെ കോടതി വിധി വന്നിട്ടുണ്ട്. അങ്ങനെ തോന്നുന്ന വരെ നിങ്ങൾക്ക് താരിഫ് പ്രഖ്യാപിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും റഷ്യൻ ഓയിൽ പുറത്തേക്ക് ഒഴുകുകയാണെങ്കിൽ, റഷ്യയിൽ ഓയിൽ ഇഷ്ടം പോലെ ഉണ്ട്, റഷ്യ ഓയിൽ പുറത്തേക്ക് ഒഴുക്കിയാൽ റഷ്യയെ സംബന്ധിച്ച് വലിയൊരു ചാൻസ് ആകും. റഷ്യ സാമ്പത്തികമായിട്ട് മുന്നേറും. സ്വാഭാവികമായിട്ടും ഉക്രൈൻ വാറിന് വീണ്ടും തീപിടിക്കും. അപ്പം ഒരു ഭാഗത്ത് ഇറാനെ അമർത്താൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ഉക്രൈൻ കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചന വരുന്നത്. അപ്പോഴും ഒരു ഇന്ന് പുറത്തു വരുന്ന ഒരു ന്യൂസ് അനുസരിച്ച് ഒരു CIA ഒരു മുൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് ജോൺ കിരിയാക്കു എന്നാണ്. അദ്ദേഹം പറഞ്ഞത് മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ, മൺഡേ മോർണിംഗ്, ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ട്യൂസ്ഡേ ഇറാനെതിരെയുള്ള ആക്രമണം ഉണ്ടാകുമെന്നാണ്. അദ്ദേഹം ഒരു മുൻ CIA ഹയർ ഒഫീഷ്യലാണ്. അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറഞ്ഞ് ഇപ്പോൾ വാർത്താമാധ്യമങ്ങളിലൊക്കെ ഹൈലൈറ്റ്സ് വരുന്നുണ്ട്. 10 ദിവസത്തെ ടൈം ട്രംപ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ട്രംപിൻ്റെ ടൈമും യുദ്ധവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ ഏത് മൊമെന്റിലും അത് ചെയ്യും. ഈ 10 ദിവസം കഴിഞ്ഞിട്ട് യുദ്ധം എന്നുള്ള കാര്യമൊന്നും അതിൻ്റെ അർത്ഥം അവർ യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അപ്പം അവർ യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് മൊമെന്റിലും സാധ്യതയുണ്ട് എന്നുള്ളത് വേറെ പ്രശ്നം. അതിനിടയിലൂടെ തന്നെ ഇറാനിലെ ഫ്രഷ് ഡെമോൺസ്ട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്തതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇറാനിൽ നിന്ന് വാർത്തകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. അവിടെ എന്താ സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും ആർക്കുമില്ല. വാർത്തകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഹൈലി സെൻസേർഡ് ആണ്. ആ സെൻസേർഡ് ആയിട്ടുള്ള വാർത്തകൾക്കിടയിലൂടെ ടെഹ്റാൻ ടൈംസ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ, ഇറാന്റെ പുറത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ന്യൂസ് പേപ്പറാണ്. അവർ പറയുന്നത് ഇറാനിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും വലിയ തോതിലുള്ള പ്രകടനങ്ങൾ, ഡെത്ത് ടു ഖമനേയി ആൻഡ് ഡെത്ത് ടു ഡിക്റ്റേറ്റർ എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടുള്ള വലിയ പ്രകടനങ്ങൾ ഇറാന്റെ തെരുവുകൾ വിദ്യാർത്ഥികളെ കൊണ്ട് നിറയുകയാണെന്നുള്ളതാണ്. നേരത്തെ ഡെമോൺസ്ട്രേഷൻസും ഒക്കെ നയിച്ചിരുന്നത് ബിസിനസ്സുകാരാണെങ്കിൽ ഇപ്പോൾ ഇത് വിദ്യാർത്ഥികളാണ്. കുറേ കൂടി ചെറുപ്പക്കാരാണ് ഇപ്പോൾ സമരരംഗത്തുള്ളത്. അപ്പോൾ സമരം ഭയങ്കരമായിട്ട് തീപിടിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും ഇറാനിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അതിനിടയിലൂടെ ഇറാൻ ഉള്ള പൈസ വെച്ചുകൊണ്ട് ഇസ്രായേൽ നശിപ്പിച്ചു കളഞ്ഞ എല്ലാ ഫോർട്ടിഫിക്കേഷൻസും, അത് അവരുടെ ന്യൂക്ലിയർ സ്ഥാപനങ്ങളായിക്കൊള്ളട്ടെ, അവരുടെ മിസൈൽ മാനുഫാക്ചറിങ് സ്ഥാപനങ്ങളായിക്കൊള്ളട്ടെ, അവരുടെ സോളിഡ് ഫ്യൂവൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ആയിക്കോട്ടെ, എല്ലാം റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാറ്റലൈറ്റ് പിക്ചേഴ്സ്, ജനുവരിയിലുള്ള പിക്ചേഴ്സും ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഇസ്ഫഹാൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ അണ്ടർഗ്രൗണ്ട് കോംപ്ലക്സ് ആണ് ഇസ്ഫഹാൻ കോംപ്ലക്സ്. അതുപോലെ നഡാൻസ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ന്യൂക്ലിയർ ഫെസിലിറ്റിയാണ്. ഇത് രണ്ടും അന്ന് US ബോംബ് ചെയ്ത് തകർത്ത് കളഞ്ഞ ഫെസിലിറ്റികളാണ്. ഈ 2 ഫെസിലിറ്റിയിലും വ്യാപകമായ തോതിൽ പുനർനിർമ്മാണം നടക്കുന്നുണ്ട്. ഇത് തകർത്ത് എല്ലാം അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റികളാണ്. അപ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്ക് കടക്കുന്ന വാതിലുകളെല്ലാം തകർത്ത് കളഞ്ഞിരുന്നു. ആ വാതിലുകളെല്ലാം റീഫോം ചെയ്തു എന്ന് മാത്രമല്ല, അതിൻ്റെ ഒക്കെ മുകളിൽ ആകാശത്ത് നിന്ന് കാഴ്ച മറയ്ക്കത്തക്ക രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് പണിത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ പുതിയ വാതിലുകൾ, അണ്ടർഗ്രൗണ്ട് വാതിലുകൾ തന്നെ പുതിയത് സ്ഥാപിക്കുന്നതായും കാണപ്പെടുന്നുണ്ട് എന്ന് സാറ്റലൈറ്റ് പിക്ചേഴ്സിൽ നിന്ന് മനസ്സിലാവുന്നു. കൂടാതെ അവരുടെ ടാബ്രിസ് മീഡിയം റേഞ്ച് മിസൈൽ ബേസ്, ഷറാദ് സോളിഡ് പ്രൊപ്പലന്റ് മിസൈൽ ബേസ്, ഈ 2 സ്ഥലങ്ങളിലും പഴയ അവർ തകർത്ത് കളഞ്ഞതൊക്കെ റീബിൽഡ് ചെയ്യുകയും പുതിയ കൺസ്ട്രക്ഷൻസ് നടക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സൂചനകൾ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു നേവൽ കമാൻഡർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ടാൻസ്ക് സിറി എന്നാണ്.
ഇറാന്റെ നേവൽ കമാൻഡർ. അദ്ദേഹം പറയുന്നത് ഖമനയിൽ നിന്ന് എപ്പോൾ ഉത്തരവ് കിട്ടിയാലും ഈ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും മൈൻ ചെയ്ത് ബ്ലോക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾ അതിൻ്റെ പരിപൂർണമായ പ്രിപ്പറേഷനിലാണ്. ഒരു ഉത്തരവ് കിട്ടിയാൽ മതി, ആ മൊമെന്റിൽ ഞങ്ങൾ ഹോർമൂസ് കടലിടുക്ക് മൈൻ ചെയ്ത് ക്ലോസ് ചെയ്ത് കളയും എന്നൊരു ഭീഷണി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മുഴങ്ങുന്നുണ്ട്. കൂടാതെ ഖമനയ്ക്ക് നേരെ പേഴ്സണലായിട്ടുള്ള അറ്റാക്ക് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ചിന്തയെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള അലി ലാരിഞ്ചാനി എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. അദ്ദേഹം മത നേതാവാണ്. കൂടാതെ അദ്ദേഹം അവരുടെ ഫോറിൻ റിലേഷൻസിന്റെ പേഴ്സണലുമാണ്. എല്ലാ സ്ഥലങ്ങളിലും അരാക്ചിയെ കഴിഞ്ഞും കുറച്ചുകൂടി ഖമനയ്ക്ക് വിശ്വാസമുള്ളത് ഈ ലാരിഞ്ചാനിയാണ്. ഈ ലാരിഞ്ചാനിയാണ് ഇവരുടെ ഈ ഹൂത്തികളെയും അതുപോലെ ഹമാസിനെയും ബാക്കി അങ്ങനെയുള്ള ഈ ആക്സസ് ഓഫ് ഇറാൻ എന്ന് പറയുന്ന ഭീകരന്മാരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ ലാരിഞ്ചാനിയാണ്. അപ്പോൾ ഈ ലാരിഞ്ചാനിനെ അവരുടെ ന്യൂ ഹെഡ് ഓഫ് ഡിഫൻസ് കൗൺസിലാക്കി നിയമിച്ചതായി വിവരം വരുന്നുണ്ട്. ഖമനേയാണ് അതിൻ്റെ കൗൺസിൽ ഓഫ് ഡിഫൻസ് കൗൺസിലിൻ്റെ തലപ്പത്തിരിക്കുന്ന ഖമനേയാണ്. ഖമനേയെ മാറ്റി ഖമനേയി തനിക്ക് പകരമായി തൻ്റെ ആബ്സെൻസിൽ അലി ലാരിഞ്ചാനിയെ അതിൻ്റെ കൗൺസിലിൻ്റെ ഹെഡായി നിയമിച്ചതായിട്ട് വാർത്തയുണ്ട്. കൂടാതെ അന്ന് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇസ്രായേൽ എന്ന അവരുടെ മിലിറ്ററി കമാൻഡേഴ്സിനൊക്കെ എണ്ണിപ്പിടിച്ച് കൊന്നു കളഞ്ഞിരുന്നു. അങ്ങനെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നിന്ന് ഒരു ചെറിയ പരിക്കോടെ രക്ഷപ്പെട്ട ഒരു അലി ഷംഖാനി എന്ന് പറയുന്ന വേറൊരു മിലിറ്ററി പേഴ്സണലുണ്ട്. അദ്ദേഹത്തെ ഇവരുടെ മിലിറ്ററി കമാൻഡ് ചീഫായി നിയമിച്ചതായും വിവരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇറാന്റെ ഭാഗത്തുള്ള മിലിറ്ററി പ്രിപ്പയർനെസ്സിനെയാണ് കാണിക്കുന്നത്. അമേരിക്ക ഈ ഭാഗത്ത് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ഇറാൻ തങ്ങൾക്ക് പറ്റുന്നത് പോലെ അവരുടെ ഭാഗത്തും മിലിറ്ററി പ്രിപ്പയർനെസ് നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനി ഇറാന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ വാർഷിപ്പുകൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തും എന്ന ഒരു ഭീഷണിയും അവർ മുഴക്കുന്നുണ്ട്. അമേരിക്കയുടെ അബ്രഹാം ലിങ്കനും ജെറാർഡ് ഫോർഡും ഒക്കെ അവിടെ ആ പ്രദേശത്തുള്ളതായിട്ട് നമുക്കറിയാം. വലിയ വാർഷിപ്പുകളാണ്. അപ്പോൾ ആ വാർഷിപ്പുകൾക്ക് നേരെ അവർ ആക്രമണത്തിന് പ്ലാൻ ചെയ്യുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ നിശ്ചയമായും അമേരിക്ക തിരിച്ചാക്രമിക്കാം. അപ്പോൾ ഇത് ലെജിറ്റിമേറ്റ് ആവും. ആ വിഷയത്തിൽ അതിൻ്റെ ലെജിറ്റിമസിയെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ഇതിലെങ്ങനെയായിരിക്കും ഇത് ആക്രമിക്കാനുള്ള സാധ്യത എന്നതിനെ സംബന്ധിച്ച് വാർ അനാലിസിസുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അവർ പ്രധാനമായിട്ട് പറയുന്ന ഒരു അനാലിസിസ് ഈ ഇറാന്റെ കയ്യിൽ ഷഹേദ് 136 എന്ന് പറയുന്ന ഒരു ഡ്രോൺ ഉണ്ട്. അപ്പോൾ അത് വളരെ ചീപ്പാണ്, കൺസ്ട്രക്ട് ചെയ്യാൻ വളരെ ചീപ്പാണ്. അപ്പോൾ ഈ ഡ്രോണ് ഒരു 100 കണക്കിന് ഡ്രോണുകൾ ഈ ഷിപ്പിന്റെ നേരെ അയക്കുക. അപ്പോൾ ഡ്രോൺ ഷിപ്പിന്റെ നേരെ വരുമ്പോഴത്തേക്കും റഡാർ എല്ലാം അതിൽ എൻഗേജ്ഡ് ആവും. ഈ റഡാർ എൻഗേജ്ഡ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾ മുഴുവൻ ഇതിന്റെ നേരെ ആക്റ്റീവ് ആവും. അപ്പം മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾ മുഴുവൻ ഈ ഡ്രോണുകളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഡ്രോണുകളെ എല്ലാം തകർത്ത് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ റഡാർ സിസ്റ്റങ്ങൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും, എൻഗേജ്ഡ് ആവും. കൂടാതെ ഇവരുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾ എക്സോസ്റ്റഡ് ആവും. ആ സമയത്ത് ഫാത്ത 2 ഒക്കെ പോലെയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ഈ ഷിപ്പുകളെ ആക്രമിക്കുക എന്നൊരു പ്ലാനാണ് ഇറാന്റെ ഭാഗത്തുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഷിപ്പുകൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്ന സാധനമല്ല. അതൊരു സ്ഥലത്ത് നിന്നുകൊണ്ടല്ല ആക്രമിക്കുക. അത് എപ്പോഴും അതിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. വളരെ സ്പീഡ് കൂടിയ, വളരെ വേഗത കൂടിയ ഷിപ്പാണ്. ഇത്രയും വലിയ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാളൊക്കെ എത്രയോ വലുത്, ഒരു 4, 5, 6 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ കൂടുന്ന അത്രയും ഡെക്ക് സ്പേസ് ഉള്ള ഈ ഷിപ്പുകൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടില്ല. വളരെ വേഗതയ്ക്ക് സഞ്ചരിക്കാൻ കഴിയും. ഏകദേശം 70 km/h വേഗതയിലേക്ക് സഞ്ചരിക്കാൻ കഴിയും. അപ്പം ഓപ്പറേഷൻ്റെ സമയത്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പം അതിന് നേരെ ഏതെങ്കിലും ഒരു മിസൈൽ അയച്ചു കഴിഞ്ഞാൽ അത് മാനോവർ ചെയ്യാൻ പറ്റുന്ന മിസൈലുകളാണെങ്കിൽ മാത്രമേ അത് ഈ ഷിപ്പിന്റെ മേലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പൊതുവേ ഈ ഷഹേദ് 136 എന്നൊക്കെ പറയുന്ന അങ്ങനെ വലിയ മാനോവറിംഗ് കപ്പാസിറ്റി എന്നുള്ള സാധനമല്ല. പക്ഷെ അതിന് നല്ല റേഞ്ച് ഉണ്ട്. 900 മുതൽ 2000 km വരെ റേഞ്ചുള്ള സാധനമാണത്. അതിന് സ്പീഡ് വളരെ കുറവാണ്. 185 മുതൽ 200 km/h വരെ സ്പീഡുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആന്റി മിസൈൽ സിസ്റ്റം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ വീഴ്ത്താൻ പറ്റും. പക്ഷേ ഈ തീരെ വില കുറഞ്ഞ ഒരു സാധനത്തിനെ കൊല്ലാൻ വേണ്ടി ഒരു ആന്റി മിസൈൽ സിസ്റ്റം ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒരു കമ്പാരിസൺ ഇല്ലാത്തൊരു സാധനമാണ്. ഒരു ആന്റി മിസൈൽ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഏകദേശം 40 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ വില വരുന്ന സാധനമാണ്. നേരെ മറിച്ച് ഒരു ഷഹേദ് ഡ്രോണിന്റെ വില എന്ന് പറയുന്നത് വെറും 50,000 രൂപയുടെ അടുത്ത് വരുന്ന സാധനമാണ്. അപ്പോൾ അത്രയും തമ്മിലുള്ള വില വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മിസൈൽ ഡിഫൻസ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ഇടപാടാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ലേസർ ഉപയോഗിച്ചുള്ള സംവിധാനം ഉപയോഗിച്ച് ഇവ സാധനങ്ങൾ കോട്ടയിടുന്ന പരിപാടി. അത് വളരെ ഇഫക്റ്റീവായിട്ട് പ്രയോഗിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഡ്രോണും കൊണ്ട് യാതൊരു ഉപകാരമില്ല. ഡ്രോണും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡ്രോണെല്ലാം ഈ ലേസർ ഉപയോഗിച്ച് ഓട്ടയിട്ട് കഴിഞ്ഞാൽ അതിന്റെ പണി തീരും. അപ്പോൾ ഇത് എങ്ങനെ എത്തും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇറാന്റെ ഭാഗത്തുള്ള പ്ലാനിങ് ഇത്തരത്തിലാണ് എന്നുള്ള ഒരു സൂചന മിസൈൽ ഡിഫൻസ് എക്സ്പെർട്ടുകളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇവരെ ഈ ഡ്രോൺസ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്ത് റഡാർ സിസ്റ്റങ്ങളെ കൺഫ്യൂസ് ആക്കി
മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങളെ എക്സോസ്റ്റഡ് ആക്കി ഈ അബ്രഹാം ലിങ്കനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴും അബ്രഹാം ലിങ്കന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇവരെ വലിയൊരു ഡിറ്ററൻസ് ആണ്. അതിനെ ഓവർകം ചെയ്യാൻ ഈ സ്പീഡ് മീൻസ് അത് പൊസിഷൻ മാറും. അപ്പോൾ ഒരു മിസൈൽ ഇതിന് നേരെ അയച്ചു കഴിഞ്ഞാൽ മിസൈൽ വരുമ്പോൾ കപ്പൽ അവിടെ ഉണ്ടാവില്ല, കപ്പൽ അടുത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് ഗൈഡഡ് മിസൈൽസ് അല്ല, ഭൂരിഭാഗവും ഒരു സിംഗിൾ ടാർഗറ്റ് കൊടുത്ത് വിടുന്ന മിസൈൽസ് ആണ്. അത് കപ്പൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കടലിൽ വീഴത്തേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത് ഇതിന് മുകളിലൊരു ഡ്രോൺ ഒന്നും വന്ന് വീണാൽ ഒന്നും സംഭവിക്കില്ല. കംപ്ലീറ്റ്ലി മേഡ് ഓഫ് സ്റ്റീൽ. ഇത്തരം സാധനങ്ങളൊക്കെ ഡിഫെൻഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആ ഷിപ്പിന്റെ മേലെ ഉണ്ട്. 3, ഇത്തരം ഒരു അറ്റാക്ക് ഇറാന്റെ മേലെ നിന്നുണ്ടായാൽ ലീഗലായിട്ടുള്ള ഒരു റൈറ്റ് അമേരിക്ക ലഭിക്കും. കാരണം തങ്ങളെ ആക്രമിച്ചു, ഇനി തങ്ങൾക്ക് ആക്രമിക്കാം. അപ്പൊ ലീഗൽ അപ്പർ ഹാൻഡ് ലഭിക്കും. അമേരിക്കൻ ആക്രമണത്തിന് 100% ന്യായീകരണമാവും. അപ്പൊ അതിന് വളരെ വലിയ പ്രധാനമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, UK അമേരിക്കയുമായിട്ട് കമ്പൈൻഡ് ആയിട്ട് ഉപയോഗിക്കുന്ന 2 മിലിറ്ററി ബേസുകളാണ്. അതിലൊന്ന് ഡീഗോ ഗാർസിയ, നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 1500 കിലോമീറ്റർ തെക്ക് ഭാഗത്തായിട്ട് ഇന്ത്യൻ ഓഷ്യനിൽ ഉള്ള ഒരു ദ്വീപാണ് ഡീഗോ ഗാർസിയ എന്ന് പറയുന്നത്. ദ്വീപ് സമൂഹത്തിലെ ഒരു ഭാഗമാണ്. ആ ഡീഗോ ഗാർസിയ മൗറീഷ്യസ് എന്ന രാജ്യത്തിന്റെ ഭാഗമായിട്ടാണ് അത് പരിഗണിക്കപ്പെടുന്നത്. അത് ബ്രിട്ടന്റെ കസ്റ്റഡിയിലുള്ള ഒരു ദ്വീപ് സമൂഹമാണ്. ആ ദ്വീപ് സമൂഹവും അതുപോലെ ബ്രിട്ടനിലെ തന്നെ ഒരു എയർഫീൽഡ് RAF ഫെയർഫീൽഡ് എന്ന് പറയുന്ന എയർഫോഴ്സാണ്, ബ്രിട്ടീഷ് എയർഫോഴ്സ്, റോയൽ എയർഫോഴ്സിന്റെ ഒരു സ്റ്റേഷനും. ഇത് രണ്ടും അമേരിക്ക ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് രണ്ടും ഇറാനെ ആക്രമിക്കുന്നത് ഉപയോഗിക്കാൻ കഴിയുകയില്ല എന്ന് കീർ സ്റ്റാമർ UK പ്രധാനമന്ത്രി പറഞ്ഞതായിട്ട് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അവന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഗവൺമെന്റ് ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതായി ടൈംസിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു? അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാനെതിരെയുള്ള ആക്രമണം നിയമവിരുദ്ധമാണെങ്കിൽ എന്തുകൊണ്ട് ആക്രമിക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ UK മിലിറ്ററി ബേസുകൾ അതിനായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ UK ആ കേസിൽ പെടും, അല്ലെങ്കിൽ അതിൽ പെടും. അപ്പൊ UN അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതെ UK വിഷമിക്കും. അപ്പൊ അതുകൊണ്ടാണ് UK സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് അവരുടെ പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമുണ്ട്. അപ്പൊ അവരുടെ ലോവർ ഹൗസിലും അപ്പർ ഹൗസിലും അംഗീകാരം ലഭിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് അനുവദിക്കാനാവുകയുള്ളൂ എന്നുള്ള 2 തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കുവാൻ ഈ 2 സ്ഥലങ്ങൾ ഉപയോഗിക്കാനാവില്ല എന്ന് സ്റ്റാമർ പറഞ്ഞതായിട്ടാണ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പിന്നെ ഇത് കമ്പൈൻഡ് ആയിട്ട് ഉപയോഗിക്കുന്ന എയർഫീൽഡുകളാണ്. പരസ്പരം അനുവാദം ഇതിനാവശ്യമുണ്ട്. ബ്രിട്ടന്റെ അനുവാദം കൂടുതൽ ആവശ്യമുണ്ട്. കാരണം ഡീഗോ ഗാർസിയ എന്നുള്ളത് ബ്രിട്ടന്റെ ദ്വീപാണ്. അവിടെ അമേരിക്ക ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേത് ബ്രിട്ടന്റെ ഉള്ളിൽ തന്നെയുള്ള സ്ഥലമാണ്. RAF ഫെയർഫീൽഡ് എന്ന് പറയുന്നത് ബ്രിട്ടന്റെ ഉള്ളിൽ തന്നെയുള്ള സ്ഥലമാണ്. ഈ സ്ഥലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇറാനിലേക്ക് ഈ ഡീഗോ ഗാർസിയയിൽ നിന്ന് ഏകദേശം 3500 കിലോമീറ്റർ ദൂരമാണ് ഡീഗോ ഗാർസിയയിൽ നിന്ന് ഇറാന്റെ ഈസ്റ്റേൺ തീരത്തേക്കുള്ളത്. നേരെ മറിച്ച് RAF എയർഫീൽഡിൽ നിന്നും ഏകദേശം 4000 കിലോമീറ്റർ ദൂരമാണ് ഇറാന്റെ വെസ്റ്റേൺ തീരത്തേക്കുള്ളത്. നേരെ മറിച്ച് ഈ 12 ഡേ വാറിൽ B2 ബോംബേഴ്സ് അവിടെ നിന്ന് ബോംബ് ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാം. ന്യൂക്ലിയർ സൈറ്റുകൾ ബോംബ് ചെയ്തിരുന്നു. ന്യൂക്ലിയർ സൈറ്റുകൾ ബോംബ് ചെയ്യാൻ വേണ്ടി അമേരിക്ക ഇത് കൊണ്ടുവന്നത് വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസിൽ നിന്നാണ്. അത് നമുക്കറിയാവുന്നതുപോലെ മിസൗറിയിലാണ് അതുള്ളത്. US തന്നെയാണുള്ളത്. US മിസൗറിയിൽ നിന്ന് B2 ബോംബേഴ്സ് കൊണ്ടുവന്നിട്ടാണ് അന്ന് 12 ഡേ വാറിൽ ഇറാന്റെ ന്യൂക്ലിയർ സ്റ്റേഷൻസ് അമേരിക്ക ആക്രമിച്ചത്. അപ്പോൾ ആ സമയത്ത് മിസൗറിയിൽ നിന്ന് പറന്നു വരണമെങ്കിൽ ഏകദേശം 11000 കിലോമീറ്റർ ദൂരം ഇത് ട്രാവൽ ചെയ്യേണ്ടതുണ്ട്. നേരെ മറിച്ച് ഡീഗോ ഗാർസിയയിൽ നിന്ന് 3900 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ മതി. RAF എയർഫീൽഡിൽ നിന്നാണെങ്കിൽ 4000 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ മതി. അപ്പോൾ 3500, 4000, മറ്റേത് 11000. അത് വലിയൊരു ഡിഫറൻസ് ആണ്. കാരണം ഈ B2 ബോംബർ എന്ന് പറഞ്ഞാൽ അതൊരു വിമാനമല്ല ഇങ്ങ് പോരുന്നത്, അതൊരു ഫ്ലീറ്റാണ്. നമുക്കറിയാവുന്നതുപോലെ അന്ന് ഇവരുടെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിക്കാൻ പോയപ്പോൾ 140 വിമാനങ്ങളുടെ ഒരു വ്യൂഹമാണ് 2 B2 ബോംബേഴ്സിനൂടെ പോയതെന്ന് നമുക്കറിയാം. 2 B2 ബോംബേഴ്സും 140 F-22 എന്ന് പറയുന്നത് ജാമേഴ്സാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു റഡാർ സിഗ്നലും ആ പ്രദേശത്തേക്ക് വരില്ല. അതിന് ആ പ്രദേശത്തുള്ള സർവ്വ റഡാർ സിഗ്നലുകളെയും ജാം ചെയ്യാൻ F-22 കഴിയും. മറ്റേത് F-35 എന്ന് പറയുന്ന അറ്റാക്കിംഗ് പ്ലെയിനുകളാണ്. അതിനടുത്തേക്ക് വരുന്ന ഏത് മിസൈലുകളെയും അത് ഡിഫ്യൂസ് ചെയ്തുകളെയും കൗണ്ടർ അറ്റാക്ക് ചെയ്തുകളെയും അതുപോലെ അതിൽ നിന്ന് മിസൈൽ സെൻഡ് ചെയ്യാൻ സാധിക്കും. കൂടാതെ റീഫ്യൂവലിംഗിന് ഉപയോഗിക്കുന്ന പേഗസ് KC-36 എന്ന് പറയുന്ന വിമാനങ്ങളിൽ കൂടെ ആവശ്യമുണ്ട്. ഇതൊക്കെ റീഫ്യൂൽ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ വിമാനങ്ങളുടെ വലിയൊരു വ്യൂഹാണ് വരുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക ഇതിന്റെ ഓൾട്ടർനേറ്റീവ്സ് നോക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇറാനുമായിട്ടൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് തീരില്ല. അത് ഒരു 3-4 വീക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫീൽഡുകൾ വേണ്ടി വരും.
ഷിപ്പിൻ്റെ മുകളിൽ നിന്ന് മാത്രം ഓപ്പറേറ്റ് ചെയ്യാനാവില്ല. ഈ അബ്രഹാം ലിങ്കൻ്റെ മുകളിൽ നിന്നോ ജെറാർഡ് ഫോർഡിൻ്റെ മുകളിൽ നിന്നോ ഒക്കെയുള്ള ഓപ്പറേഷൻസ് കൊണ്ട് മാത്രം ഇത് തികയില്ല. അങ്ങനെ വരുമ്പം ഡിഗോ ഗാർസിയയും RAF ഫെയർഫീൽഡും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത് യൂസ് ചെയ്യാൻ പറ്റുകയില്ല എന്ന് UK പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആർട്ടിക് ഓഷൻ്റെ അടുത്തുള്ള ഐസ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിൽ ഇവർക്ക് എയർഫീൽഡ് ഉണ്ട്, എയർബേസ് ഉണ്ട്. ആ എയർബേസ് ഇപ്പോൾ ബോംബേഴ്സിനെ കൊണ്ട് നിറയ്ക്കുകയാണ്. ബോംബേഴ്സ് പറഞ്ഞാൽ B1, B2, B52 ഈ കാറ്റഗറിയിൽപ്പെടുന്ന ബോംബേഴ്സ് കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട്. കൂടാതെ വെയ്ക്ക് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. നോർത്തേൺ നോർത്ത് പാസിഫിക്കിലാണ്. അതും ആർട്ടിക് റീജിയനിലേക്ക് വരും, പക്ഷേ പസഫിക് ഓഷ്യനിലാണ്. പസഫിക് ഓഷ്യനിൽ നിന്ന് നോർത്ത് അമേരിക്ക ക്രോസ് ചെയ്ത് വേണം ഇറാനിലേക്ക് വരാൻ. സ്റ്റിൽ ഒരു 1000-1500 കിലോമീറ്റർ അഡീഷണൽ ആയിട്ട് ഈ ബ്രിട്ടൻ്റെ എയർഫീൽഡ് ഉപയോഗിക്കുന്നതിന് കഴിഞ്ഞ് കൂടുതൽ പറക്കേണ്ടി വരും. കൂടാതെ അസോറോസ് എന്ന് പറയുന്ന മിഡ് അറ്റ്ലാന്റിക്കിലൊരു ദ്വീപുണ്ട്. ആ ദ്വീപിലും എയർബേസ് ഉണ്ട്. ആ എയർബേസിലും ഈ ബോംബേഴ്സ് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. പക്ഷേ ഈ എയർബേസുകളൊന്നും അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള എയർബേസുകളല്ല. അപ്പം ഇത്രയും വലിയ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഡിഗോ ഗാർസിയ പോലത്തെയോ അല്ലെങ്കിൽ RAF ഫെയർഫീൽഡ് പോലത്തെയോ എയർബേസുകളിൽ നിന്നാണെങ്കിൽ അത് ടെക്നിക്കലി വളരെ എളുപ്പമായിരിക്കും. പൈലറ്റുമാരെ സംബന്ധിച്ച് ഓപ്പറേഷൻ വളരെ ഈസി ആയിരിക്കും, സേഫ് ആയിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞ ഈ ഐസ്ലാൻഡിലെയോ അല്ലെങ്കിൽ വെയ്ക്ക് ഐലൻഡിലെയോ അസറസിലെയോ എയർബേസുകളിൽ നിന്ന് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് അത് ഇത്രത്തോളം സേഫ് അല്ല എന്നുള്ളൊരു വിഷയം വേറെ ഉണ്ട്. അപ്പം ഈ വാർ പ്രിപ്പയർഡ്നെസ് ഒക്കെ ഇതിനകത്ത് വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം അമേരിക്ക വിമാനങ്ങൾ കൊണ്ടുവന്ന് നിറയ്ക്കുന്നുണ്ട്. കാരണം ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷനാണ് ആവശ്യം. എൻ്റെ ഗൾഫ് റീജിയനെ സേഫ് ഗാർഡ് ചെയ്യേണ്ട ഒരു ജോലി അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിൽ ചെയ്യുന്ന പ്രിപ്പറേഷൻസ് വളരെ വലുതാണ്. ഇനി അവസാനമായി ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ കൂടെ നമ്മൾ പറഞ്ഞതുപോലെ അമേരിക്കയും ഇസ്രായേലുമാണ് നിശ്ചയമായിട്ടും ഈ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇതിനകത്ത് ഉണ്ടാവുന്നത്. ഇതിൽ അമേരിക്കയോ ഇസ്രായേലോ വാസ്തവത്തിൽ ഇറാനെ ഭയക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് സത്യം. അമേരിക്കനെ തിരിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഇറാനെ സാധിക്കില്ല. കൂടിപ്പോയാൽ അവരുടെ ഈ കപ്പലുകളെ ആക്രമിക്കാൻ പറ്റിയേക്കും. ഇനി ഒരു കപ്പൽ മുങ്ങിയാൽ തന്നെ അമേരിക്കയെ സംബന്ധിച്ചൊന്നും പോകാൻ പോകുന്നില്ല. വേണ്ടി വന്നാൽ ഇറാൻ പൂർണ്ണമായും കത്തിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും. പക്ഷേ അമേരിക്കയുടെ ലക്ഷ്യമേ അല്ല ഇറാനെ കത്തിക്കുക എന്നുള്ള. അമേരിക്കയ്ക്ക് ഒറ്റ ആവശ്യമുള്ളൂ, അവിടെ റെജിം ചേഞ്ച് കൊണ്ടുവന്നാൽ മതി. ഇപ്പം ഇറാൻ ഇവിടെയുള്ള ഈ ഗൾഫ് റീജിയനിലുള്ള ഓയിൽ ഫീൽഡുകൾ കത്തിച്ചാൽ തിരിച്ച് ഇറാനുള്ള മുഴുവൻ ഓയിൽ ഫീൽഡ് അമേരിക്ക കത്തിക്കാൻ പറ്റും. പക്ഷേ അത് അമേരിക്കയുടെ ലക്ഷ്യമല്ലല്ലോ. അമേരിക്കയുടെ ഓയിൽ ഫീൽഡ് കത്തിക്കാനല്ല പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക അത്തരത്തിലൊരു കൗണ്ടർ അറ്റാക്ക് പറ്റില്ല. അവിടെ മിലിറ്ററി അസറ്റ്സിനെ മാത്രമേ അമേരിക്കയ്ക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സിവിലിയൻ അസറ്റ്സിനെ ഒന്നിനെയും അമേരിക്ക ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടുത്തെ സിവിലിയൻസ് തന്നെയാണ് അമേരിക്ക ഇൻവൈറ്റ് ചെയ്യുന്നത്. പ്ലീസ് സേവ് us, ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറയുന്നത് അവിടുത്തെ സിവിലിയൻസ് ആണ്. അപ്പോൾ അമേരിക്കയോട് യുദ്ധം ചെയ്യാൻ പോകുന്നത് ഇറാനിലെ സിവിലിയൻസിന് കൂടി വേണ്ടിയാണ്. അപ്പോൾ സിവിലിയൻ അസറ്റ്സിന് പരിക്ക് പറ്റുന്ന ഒരു കാര്യവും അമേരിക്ക അവിടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം അവരുടെ സിവിലിയൻ അസറ്റ്സ് ഒക്കെ അതിനാൽ തന്നെ സേഫാണ്. നേരെ മറിച്ച് മറ്റുള്ളവരുടെ സിവിലിയൻ അസറ്റ്സിനെ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ആക്രമിക്കാം എന്നുള്ള വലിയ അഡ്വാൻറ്റേജും ഇറാന്റെ ഭാഗത്തുണ്ട്. അത് മനസ്സിലാക്കുക. രണ്ട് ഇസ്രായേലാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ എന്ത് ചെയ്താലും ഇറാനെ അടിക്കാൻ അവർ തയ്യാറാണ്. കാരണം ഇറാനെ കൊല്ലേണ്ടത് അവരുടെ ആവശ്യം. ഇറാൻ മീൻസ് ഇറാന്റെ റെജീം, ഇറാനിലെ ഈ മദർ റെജീം, തിയോക്രാറ്റിക് റെജീം, ആ റെജീമിനെ നശിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ജീവൻ മരണ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ആ വാറിൽ ഉണ്ടാവുന്ന എന്ത് കോൺസിക്വൻസും ഫേസ് ചെയ്തുകൊണ്ട് അത്തരം ഒരു വാറിലേക്ക് നീങ്ങാൻ ഇസ്രായേൽ തയ്യാറാണ്. അപ്പോൾ ഈ രണ്ട് സംഗതികളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇസ്രായേലിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ പരിപാടി ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഇറാന്റെ പരിപാടി മുഴുവൻ ഭൂമിക്കടിയിലാണ്. ഈ ഭൂമിക്കടിയിലുള്ള സാധനങ്ങൾ തകർക്കണമെങ്കിൽ അമേരിക്കയുടെ കയ്യിലുള്ള GBU-57 മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ എന്ന് പറയുന്ന ബോംബ് ആവശ്യമുണ്ട്. ഏതാണ്ട് 3 ലക്ഷം കിലോട്ടണോ അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ കപ്പാസിറ്റി ആയിട്ട് പറയുന്നത്. അപ്പം GBU-57 മാസീവ് അഡ്വാൻസ് പെനിട്രേറ്റർ എന്ന് പറയുന്ന ബോംബുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ 100-200 മീറ്റർ അടിയിലുള്ള അണ്ടർഗ്രൗണ്ട് ടാർഗറ്റുകൾ തകർക്കുന്നത്. അത് അമേരിക്കയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അത് B-52 ബോംബേഴ്സ് ഉപയോഗിച്ച് മാത്രമേ ഡ്രോപ്പ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പം അമേരിക്കൻ അസിസ്റ്റൻസ് ഇല്ലാതെ ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെ നിർവീര്യമാക്കാൻ കഴിയില്ല. ഇറാനെ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷെ നിർവീര്യമാക്കാൻ കഴിയില്ല. അപ്പം നിർവീര്യമാക്കുമ്പോൾ ഈ ഒരു സംഗതി കൂടി ആവശ്യമുണ്ട് എന്നും നമ്മൾ ധരിക്കണം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു പൊസിഷൻ. ഏത് നിമിഷവും ഇറാൻ ആക്രമിക്കപ്പെടാം എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഇറാനെ ആക്രമിക്കുമ്പോഴുള്ള കോൺസിക്വൻസുകൾ എന്ന് പറയുന്നത് അത് ഫേസ് ചെയ്യേണ്ടി വരുന്ന അറബ് രാജ്യങ്ങളായിരിക്കും, അല്ലാതെ അമേരിക്കയോ ഇസ്രായേലോ ആയിരിക്കുകയില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു പാരഡോക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇറാനെ ആക്രമിക്കുമ്പം ഇറാൻ ഇങ്ങോട്ട് ആക്രമിക്കുന്ന സ്റ്റൈലിൽ അമേരിക്ക അങ്ങോട്ട് ആക്രമിക്കാൻ പറ്റില്ല. കാരണം അവിടുത്തെ സിവിലിയൻ അസറ്റ്സിനെ ഒന്നും അമേരിക്ക തൊടാൻ പറ്റില്ല. കാരണം അവിടുത്തെ സിവിലിയൻസ് എന്നുള്ളത് അമേരിക്കയുടെ
അമേരിക്കയിലെ വെൽവിഷേഴ്സാണ്. അപ്പോൾ അമേരിക്കയുടെ വെൽവിഷേഴ്സിനെ അമേരിക്ക ആക്രമിക്കാനാവില്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു ചിത്രം എന്ന് പറയുന്നത്.